ഇന്ന് തെരുവുനായ പ്രശ്നത്തിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച സുപ്രധാന വിധി വളരെയധികം സ്വാഗതം ചെയ്യേണ്ടതാണ്. സ്വാഗതാർഹമായ ഈ വിധി മൃഗസ്നേഹികൾക്ക് യഥാർത്ഥത്തിൽ കപട മൃഗസ്നേഹികളെന്ന് നടിക്കുന്നവർക്ക് മുഖത്തേറ്റ ഒരു അടിയാണെന്നേ പറയാൻ പറ്റുള്ളൂ. മുമ്പ് രണ്ടംഗ ബെഞ്ച് സുപ്രീം കോടതി ജസ്റ്റിസ് പർദിവാലയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ച് പുറപ്പെടുവിച്ച ആ സുപ്രധാന വിധിക്കെതിരെ, അതായത് തെരുവുകളിൽ നിന്നും തെരുവ് നായയെല്ലാം പബ്ലിക് പൊതുസ്ഥലങ്ങളിൽ നിന്ന് മാറ്റണം എന്നുള്ളതിനെതിരെ കൊടുത്ത അപ്പീലാണ്. അതെല്ലാം തള്ളി. അപ്പോൾ ഇന്ന് അത് ജസ്റ്റിസ് വിക്രംനാഥിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് അത് കർശനമായ നിബന്ധനകളോടുകൂടിയുള്ള ഒരു വിധിയാണ് പ്രസ്താവിച്ചത്. സുപ്രീം കോടതി പറഞ്ഞത് പൊതുസ്ഥലങ്ങളിൽ നിന്ന് എല്ലാം, റോഡ് മാത്രമല്ല പൊതുസ്ഥലങ്ങളിൽ നിന്ന് മുഴുവൻ ഈ തെരുവ് നായകളെ മാറ്റണം. അതിൻ്റെ ചുമതല എന്ന് പറയുന്നത് അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. മാറ്റുന്നോ ഇല്ലയോ എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് അത് സ്ഥിരമായിട്ട് മോണിറ്റർ ചെയ്യാൻ ഒരു രണ്ടംഗ ബെഞ്ചുണ്ട്. അവർ നോക്കും, അത് സ്ഥിരമായിട്ട് നോക്കും, ഇത് മാറ്റുന്നുണ്ടോ ഇല്ലയോ, ഇങ്ങനെയുണ്ട്, ഇത് നടപ്പാക്കുന്നോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കും. അത് മാത്രമല്ല, ഇതിനകത്ത് ഒരു പ്രത്യേകതയുള്ളത്, അക്രമകാരികളായ തെരുവ് നായ്ക്കളെ കൊല്ലാം, അതിനുള്ള അവകാശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ജനങ്ങൾക്കല്ല അവകാശം കൊടുത്തേക്കുന്നത്, അത് കൊടുത്തേക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്കാണ്. അപ്പോൾ നമുക്ക് അപകടകാരിയായി ഒരു തെരുവുനായ നമ്മളെ കടിക്കാൻ വന്നു കഴിഞ്ഞാൽ നേരെ നമ്മുടെ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ പോയി ആളെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ പട്ടിണിയെ കൊല്ലാൻ പറ്റുമോ? അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അതിന് ഞാൻ ഒരു മാർഗം പറഞ്ഞുതരാം. അതായത് ഈ പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറയുന്ന സ്വയം പ്രതിരോധിക്കാനുള്ള ഒരു അവകാശം എല്ലാ പൗരന്മാർക്കും, എല്ലാ വ്യക്തികൾക്കും ഉണ്ട് നമ്മുടെ രാജ്യത്ത്. അപ്പോൾ എല്ലാ വ്യക്തികൾക്കുമാണ്, പൗരന്മാർക്ക് മാത്രമൊന്നുമല്ല, ഏത് മനുഷ്യനും അയാളുടെ ജീവൻ അപകടപ്പെടുത്താൻ ഒരാൾത്തം വന്നു കഴിഞ്ഞാൽ അവനെ കൊല്ലാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. അതാണ് പ്രൈവറ്റ് ഡിഫൻസ്. ഒരു മനുഷ്യനെ തന്നെ കൊല്ലാം. പിന്നാണോ മൃഗത്തിനെ കൊല്ലാൻ പറ്റാത്തത്? നിങ്ങൾക്ക് അടിക്കാൻ വരുന്നത് സാധനത്തിനെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് അടിക്കാം, ഒരു കുഴപ്പമില്ല. അടി കൊണ്ടത് ചത്തുപോയാൽ എന്നെ കടിക്കാൻ വന്ന് ഞാൻ അടിച്ചു, കാര്യം തീർന്നു, അതേ ഉള്ളൂ. അതിന് കേസെടുക്കുന്നവന്മാരുണ്ടല്ലോ, അവന്മാരാണ് പ്രശ്നക്കാർ. അതിനൊക്കെ ഇവിടെ കാണുന്നവനെല്ലാം അങ്ങ് കേസെടുക്കുകയാണ്. ശ്രീമതി മനേകാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ 2001 കൊണ്ടുവന്ന റൂൾസ് ഉണ്ട്, ABC, നമുക്കറിയാമല്ലോ. അതും വെച്ചുകൊണ്ടാണ് ഈ കളി മുഴുവൻ കളിക്കുന്നത്. ഇപ്പം ആരും കാണാനില്ലല്ലോ. ഇപ്പം നമുക്ക് ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നായ്ക്കളല്ല, നായപ്രേമികൾ എന്ന് നടിക്കുന്നവർ ഇതിനെതിരെ പ്രതികരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ ഉള്ള പ്രശ്നം, നമുക്ക് ഇത് പേടിച്ച് പറയാൻ ഒക്കത്തില്ല. കാരണം നമുക്കെതിരെ കേസ് കൊടുക്കാനൊക്കെ നടക്കും. നാട് നിങ്ങളെ കേസ് കൊടുത്താൽ അതിൻ്റെ പുറകെ അടക്കാൻ പറ്റുമോ? ഇനി ഏതായാലും അതങ്ങ് മാറി, ഇതിന് പ്രതികരിക്കാം, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഇത് തന്നെ വളരെ വലിയ പ്രശസ്തരായ അഭിഭാഷകരാണ് ഇത് ഇത്രയും നാളിട്ട് നീട്ടിയത്, ഈ കേസ്. ഏതായാലും ഇന്ന് സുപ്രീം കോടതി അതിന് അന്തിമമായിട്ടൊരു വിധി അങ്ങ് പറഞ്ഞു. കൊള്ളാം, നന്നായിരിക്കുന്നു, വളരെ സ്വാഗതാർഹമായ ഒരു വിധി, ജനങ്ങൾക്ക് അത്യന്താപേക്ഷിതമായ വിധി. കാരണം നമുക്കിപ്പോൾ ഒരുപാട് മറ്റ് കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഇവിടെ പക്ഷിപ്പനി പടരുന്നു ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതി, കണ്ട താറാവിനെ മൊത്തം കൂട്ടത്തോടെ കൊല്ലും, ഒരു കുഴപ്പമില്ല. കോഴികളെ പിടിച്ചു കൊല്ലും, പ്രശ്നമില്ല. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് പരിപാടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയൊന്നും കൊല്ലുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഈ പേവിഷം പടർത്തുന്ന പട്ടികൾ, അതായത് ഒരു പേ ബാധിച്ച പട്ടിയാണെങ്കിൽ അത് സമ്പർക്കം പുലർത്തുന്ന എല്ലാ പട്ടികളിലും ഇത് പിടിക്കും. അപ്പോൾ ഇത് വരും. ഇതുകൊണ്ട് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പണ്ടാണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഉറപ്പായിട്ട് വാക്സിൻ എടുത്താൽ റെഡിയാവുമെന്ന്. ഇന്നത്തെ വാക്സിനൊന്നും എടുത്താലൊന്നും നമുക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? പണ്ട് വൈദ്യന്മാർ ചികിത്സിക്കുന്ന പോലാണ് ഇന്ന് വാക്സിൻ എടുക്കുന്നത്. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പോലെ വൈദ്യന്മാർ ഓരോന്ന് എന്തെങ്കിലും ഒരു മരുന്ന് കൊടുക്കും. കുറച്ച് പേർക്ക് ഇതിൻ്റെ വൈറസ് അങ്ങ് എന്ന് കയറിയില്ലെങ്കിൽ അവർക്ക് കുഴപ്പം വരികയില്ല. ഉടനെ അതോടുകൂടി അവൻ പട്ടിക്ക് വൈദ്യൻ മരുന്ന് തന്നു, അതാണ് പറ്റിയത് എന്ന് പറയും. പക്ഷേ ഇവിടെ എന്താ, മുമ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ഒരു ഫെയിലുവർ ആവുന്ന ഒരു സിറ്റുവേഷൻ പോലും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ റാബിസ് വാക്സിൻ എന്ന് പറയുന്നത് പലപ്പോഴും ഫെയിലുവർ ഇതിലുണ്ടാവുന്നു. അതിൻ്റെ കാര്യം എന്തെന്നറിയോ? ഈ കമ്പനികൾ തമ്മിൽ വലിയ കിടമത്സരമാണ്. നിർമ്മാണ ചെലവ് കുറവാണ് ഈ സാധനത്തിന്, പക്ഷേ ഇത് വിൽക്കുന്നതോ അത്ര അതിഭീമമായ തുകയ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഉടനെ ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ കാരണം. ഈ നായപ്രേമത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇത് തന്നെയാണ്, വേറെ ഒന്നുമല്ല. അത് കാരണം ഇത് എങ്ങനെയെങ്കിലും നായ അവിടെ വേണം.
നായില്ലെങ്കിൽ വാക്സിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ കുറച്ച് നാഗാലാൻഡുകാരെ എങ്ങനെയെങ്കിലും പോയി കൈക്കൂലി കൊടുത്തെങ്കിലും ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് താമസിപ്പിച്ചാൽ മതി. ക്ലീനാക്കും അവർ. ഒന്നും ചെയ്തില്ല, ആരും അറിയത്തില്ല. അവർക്ക് അതിന് വളരെ ടാക്റ്റിക്കലായിട്ട് അവർ ആഹാരം കഴിക്കാനാണ് അവർക്ക് ഏറ്റവും ഇഷ്ടഭോജ്യമാണത്. അത് അത് അവർ പിടിച്ചുകൊണ്ട് വന്ന് അവർ റെഡി ആയിക്കോളും. അത് നമ്മളൊന്നും ചെയ്യണ്ട. അപ്പോൾ അങ്ങനെ അത് യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളതാണ്. കൽക്കട്ടയിൽ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. കൽക്കട്ടയിൽ നാഗ റെജിമെൻറ്റ് വന്നതോടുകൂടി അവിടെ എങ്ങും തെരുവ് നായ്ക്കളില്ല. അതായിപ്പോവും. അവർ സുഖമായിട്ട് അവർ ഭക്ഷിച്ചോളും, ഒരു കുഴപ്പമില്ല. എല്ലാത്തിനെയും തിന്നാം. മൃഗങ്ങൾ, ആടിനെ തിന്നാം, കോഴിയെ തിന്നാം, കന്നുകാലികളെ തിന്നാം. പക്ഷേ ഇവിടെ നായ്ക്കളെ തിന്നാൻ പാടില്ല എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? തിന്നേണ്ടവനാണെങ്കിൽ തിന്നട്ടെ എന്ന് വിചാരിച്ചാൽ പോരെ. ഇനി ഈ തെരുവ് നായെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ മാത്രമല്ല ഉള്ളൂ. ഇന്ത്യയിലല്ലാതെ വേറെ എവിടെയെങ്കിലും തെരുവ് നായ്ക്കളെ കാണാൻ കിട്ടും വിദേശത്ത്? ഞാൻ പോയ രാജ്യങ്ങളിലൊന്നും ഞാൻ തെരുവ് നായ്ക്കളെന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഇല്ല. നമുക്ക് ഇറങ്ങി നടക്കാം, ഒരു കുഴപ്പമില്ല. ഒന്നും നമ്മളെ കടിക്കാൻ പറ്റത്തില്ല, ആരും കടിക്കാൻ വരികയല്ല. ഇവിടെ നേരെ മറിച്ചോ. ഈ അടുത്ത സമയത്ത് ഞാൻ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പോയി ഇറങ്ങിച്ചെന്ന് ഞാൻ അവിടെ ചെന്ന് കാരണത്തിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ഞാൻ കാണുന്നത് ഒരു ഓപ്പൺ ഗ്രൗണ്ട്. അതിൻ്റെ തൊട്ടുപുറത്ത് അവിടെ പണി നടക്കുകയാണ്. അവിടെ ഒരു 50 പട്ടികളെങ്കിലും അവിടെ കിടപ്പുണ്ട്. തമ്മി കിടന്ന് കടി കൂടുക, ബഹളം, ഭയങ്കര ബഹളം. പേടിച്ചെല്ലാം നടക്കാൻ പറ്റുള്ളൂ. എന്തു ചെയ്യും? ഭയന്ന ആളുകൾ അങ്ങനെ പോകുന്നു അതിലേക്കൂടെ. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയണം, മനസ്സിലാക്കണം. ഈ നായസ്നേഹികൾ അവർ സ്നേഹിച്ചോട്ടെ, നല്ലത്. ഇത് അവരെ വീട്ടിൽ കൊണ്ടിട്ട് വളർത്തിട്ട് ഇതിനെയൊക്കെ നമുക്കൊരു പ്രശ്നമില്ലല്ലോ. പക്ഷേ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാവരുത്. വീട്ടിൽ കൊണ്ടിട്ട് എല്ലാത്തിനെയും കൂടെ കൊണ്ടിട്ട് വളർത്താൻ പോയി കഴിഞ്ഞാൽ അത് അമ്മി കിടന്ന് കടി കൂടുകയും അവിടെ ദുർഗന്ധം വമിപ്പിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയലത്തെ ആളുകൾക്ക് താമസിക്കണ്ടേ? അങ്ങനെയുള്ള പ്രശ്നമുണ്ട്. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ മൃഗസ്നേഹം എന്നുള്ള പേരിൽ ഓരോരുത്തർ ചെയ്യുന്നത് എന്തെന്നറിയോ? യഥാർത്ഥത്തിൽ അത് അവർ ശരിയായ ഒരു നമ്മുടെ നിയമം പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കണം. അവർ പല ഭാഗങ്ങളിൽ, ഇപ്പം ഞാൻ നടക്കാൻ പോകുന്ന വഴിയുണ്ട്, മെയിൻ റോഡിൽ കൂടെ ഇങ്ങനെ നടക്കാൻ വെക്കാത്തതുകൊണ്ട് അകത്തെ ഇന്നർ റോഡുകളിൽ കൂടെ നടക്കുന്നത്. അങ്ങനെ നടക്കാൻ പോകുന്ന വഴിയിൽ ഒരു 2 സ്ഥലത്ത് പട്ടികളുടെ അതിപ്രസരമാണ്. നായകളുടെ കിടക്കും. അത് എന്നെ ഉപദ്രവിക്കാനൊന്നും വന്നിട്ടില്ല. ഒരിക്കൽ മണപ്പിക്കാനായിട്ടൊക്കെ ചുറ്റും നടന്ന് ഞാൻ വടി കൊണ്ടാണ് നടക്കുന്നത്. എന്നെ കടിക്കാൻ വന്ന് ഞാൻ അടിക്കും, ഒരു സംശയമില്ല. അപ്പോൾ ഇത് അവിടെ എന്താ ഈ 2 പോയിന്റ് എന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായേ. 2 പേര് അവിടെ അങ്ങ് സ്നേഹിക്കുകയാണ്, ആഹാരം കൊടുക്കുന്നുണ്ട് കൊണ്ടുവന്ന്. എന്ത് നിയമവിരുദ്ധമായ കാര്യമാണ് ഈ ചെയ്യുന്നത്? അതിന് ഫീഡിങ് സെൻറ്റേഴ്സ് ഉണ്ടാക്കി അവിടെ കൊണ്ട് കൊടുക്കണം, അല്ലാതെ തെരുവിലിട്ടല്ല ഈ ആഹാരം കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അവൻ എൻ്റെ വീട്ടിൽ ചെന്ന് കൊണ്ടിട്ട് കൊടുക്കണം. അതിന് പകരം ഇവിടെ ചെയ്യുന്ന പണി ഇതൊക്കെയാണ്. ഏതായാലും ശരി, സുപ്രീം കോടതിയുടെ വിധി, അതായത് മൃഗസ്നേഹികൾ ഇനി എവിടെ പോകുമെന്ന് എനിക്കറിഞ്ഞൂടാ. ഏതായാലും ഇതിനൊക്കെ ഈ ഏത് പട്ടിയെ കാശ് ചിലവാക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ പട്ടികൾക്ക് വേണ്ടി. കാരണം പട്ടികൾ ഏതായാലും പണം ചിലവാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ശരി, കൊള്ളാം, നല്ല ഇടപാടാണ് ഇത്, ഇങ്ങനൊരു കാര്യം ഉണ്ടായത്. മാത്രമല്ല സുപ്രീം കോടതി അതിനോടൊപ്പം സുപ്രധാനമായ ഒരു കാര്യം കൂടെ പറഞ്ഞു. ഈ ഹൈവേകളുണ്ടല്ലോ, ഹൈവേകളിൽ നിന്ന് നിർബന്ധമായിട്ടും കന്നുകാലികളെ മാറ്റണം, അലഞ്ഞു നടക്കുന്ന കന്നുകാലികളെ മാറ്റണം എന്ന് പറഞ്ഞു. ശരിയാണ്. കന്നുകാലികൾ എത്ര എണ്ണോ ഇറങ്ങി നടക്കുന്നത്? അതിനെ കൊല്ലാനോ ഇടിക്കാനോ പിടിക്കാനോ കാണാൻ ഒക്കുമോ? ഇവിടെ അങ്ങ് ഇറങ്ങല്ലേ, ഗോമാതാവ് കാളമാതാവ് എന്നും പറഞ്ഞ് അങ്ങ് ഇറങ്ങുകയാണ്. ഒരു നിവൃത്തിയില്ല. അത് കാരണം ഇതിങ്ങനെ നടക്കും, യഥേഷ്ടം തെരുവിലൂടെ നടക്കുകയാണ്. അതൊക്കെ മാറ്റണ്ടേ? ഞാൻ ഓർക്കുന്നത് ആ കുഞ്ഞിൻ്റെ വിജയം ആയിട്ട്, അതായത് 12 വയസ്സുകാരി നമ്മുടെ അഭിരാമി എന്ന് പറയുന്നൊരു കുട്ടിയുണ്ടല്ലോ, അത് റാന്നിക്കാരിയാണ്. അത് ഈ പട്ടി കടിച്ചാണ്. വീട്ടിൽ പാല് വാങ്ങിക്കാൻ പോയതാണ്, വീട്ടിലേക്ക് പട്ടി കടിച്ചു കൊണ്ട് 3 മണിക്കൂറിനകത്ത് തന്നെ 3.5 മണിക്കൂറിനകത്ത് പോയി വാക്സിൻ എടുത്തു. പക്ഷേ എന്നിട്ടും ആ കുഞ്ഞ് റാബിസ് വന്ന് മരിച്ചുപോയി, അതിൻ്റെ അറ്റാക്കിൽ മരിച്ചു. ഇതുപോലെ എത്ര എണ്ണ വേറൊരു കുഞ്ഞിൻ്റെ ഇപ്പോൾ 3-4 ദിവസം മുമ്പ് അതിൻ്റെ മുഖം കടിച്ച് കയറി വെച്ചേക്കുന്നത് നമ്മൾ കണ്ടില്ലേ? ഇതൊക്കെ മനസ്സിലാക്കണം. ആദ്യം മനുഷ്യനെ സ്വസ്ഥമായിട്ട് ഇവിടെ ജീവിക്കാൻ പോലും തലയായിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലത്താണ് തെരുവ് നായ്ക്കൾ. ഈ തെരുവ് നായ്ക്കൾ എന്ന് പറയുന്ന ഒരെണ്ണം വേണ്ട. പട്ടിയെ വളർത്താൻ വലിയ ഇഷ്ടമുള്ളവർ വളർത്തിക്കോട്ടെ, ഒരു കുഴപ്പമൊന്നുമില്ല. ലൈസൻസോടുകൂടി അവൻ്റെ വീട്ടിൽ വളർത്തണം. അല്ലാതെ അവനെ കൊണ്ടൊന്ന് തോന്നുമ്പോൾ തെരുവിലോട്ട് കളയാൻ പാടില്ല. അതൊക്കെ വലിയ ക്രിമിനൽ കുറ്റമായിട്ട് മാറ്റണം. അതാണ് ചെയ്യേണ്ടത്. നടക്കട്ടെ, നല്ല കാര്യം.